കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേതാണ് എന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടങ്ങളാണ് ചേർത്തലയിൽ നിന്ന് കണ്ടെത്തിയത്. ചേർത്തല പള്ളിപ്പുറത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. രഘുനാഥ് നാരായണനാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേർന്നത്. രഘു, കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മയുടെ മൃതദേഹമാണ് എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണത്തിന് കുറച്ചുകൂടി അന്വേഷണങ്ങൾ വേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഉദ്യോഗസ്ഥർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്? ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് വ്യക്തമാകുന്നത്? രതീഷ്, സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ DNA പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. കാരണം കത്തിക്കരിഞ്ഞ അസ്ഥിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള വിവരം. 2 കേസിലാണ് സെബാസ്റ്റ്യനെ സംശയനിഴലിലുള്ളത്. ഒന്ന്, കോട്ടയം സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട്. 2, ഇവിടെ ഈ ചേർത്തല തന്നെയുള്ള കടക്കരപ്പള്ളിയിലുണ്ടായിരുന്ന ബിന്ദു പത്മനാഭൻ എന്നുള്ള യുവതിയുടെ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്. അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും 2 കേസിലാണ് സെബാസ്റ്റ്യൻ നിലവിൽ സംശയത്തിൻ്റെ നിഴലിലുള്ളത്. നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മറ്റൊരു സ്ത്രീയെ കാണാതായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം, DNA ഫലം തന്നെ വരേണ്ടതുണ്ട്. സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലാണ് ഞാനുള്ളത്. 1 ഏക്കറിലധികം സ്ഥലമുള്ള വലിയൊരു പുരയിടത്തിൻ്റെ നടുക്കുള്ളൊരു ചെറിയ വീടാണ് സെബാസ്റ്റ്യൻ്റേത്. ചുറ്റുവട്ടത്തൊന്നും യാതൊരുവിധമായ മനുഷ്യരുമില്ല. കാട് കയറി കിടക്കുന്ന വീടാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ കൊലപാതകം നടന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൊലപാതകം നടത്തി ഇവിടെ കൊണ്ടുവന്ന് വളരെ ആരുമില്ല എന്ന് ഉറപ്പായതുകൊണ്ട്. കാരണം അതായത് പുറത്തുനിന്ന് അകത്ത് എന്താണ് നടക്കുന്നതെന്ന്, ഈ പുരയിടത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നോടൊപ്പം ഉള്ള ഇത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ ആളാണ്. ഇത് ആരുടേതാണെന്നാണ് നിങ്ങളുടെ ഒരു സംശയം? ഈ മൃതദേഹാവശിഷ്ടം നമുക്ക് 2017 മുതലാണ് ബിന്ദു പത്മനാഭൻ്റെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആക്ഷൻ കൗൺസിലായിട്ട് രംഗത്ത് വരുന്നത്. ഈ നിമിഷം വരെ ബിന്ദുവിനെ കണ്ടെത്തുവാനോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു പറയാനായിട്ട് ഒന്നും സഹായിച്ചിട്ടില്ല. ഈ ബിന്ദുവിൻ്റെ സ്വത്തുവകകൾ, വ്യാജരേഖകൾ ചമച്ച് സെബാസ്റ്റ്യൻ മറിച്ചുവിറ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു. അവരൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഈ സെബാസ്റ്റ്യൻ വ്യക്തിപരമായിട്ട് എങ്ങനെയുള്ള ആളാണ്? സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തുവകകൾ കൈക്കലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. അതുവഴി കുടുംബപരമായിട്ടൊക്കെ അത്യാവശ്യം പശ്ചാത്തലമുള്ള ആളാണ്. വലിയ അതെ. ഒരു 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ട്. പക്ഷെ വേണ്ട താമസം ഏറ്റുമാനൂർ ആ ഭാഗത്തു നിന്ന് വൈകിയാണ് വിവാഹം കഴിച്ചത്. അവിടെയാണ് ഇടയ്ക്ക് കേസിൻ്റെ ആവശ്യത്തിന് വന്ന് ഇവിടെ താമസിച്ചിട്ട് പോകും. ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്കൊക്കെ വിധേയനാക്കാൻ വേണ്ടിയൊക്കെ എന്താണ് പൊതുവെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ്റെ ഒരു മനോഭാവം? സെബാസ്റ്റ്യൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പാണ് നമ്മുടെ ആലപ്പുഴ ക്രൈം ടീം കോടതിയിൽ അപേക്ഷ കൊടുത്തത് നുണപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സെബാസ്റ്റ്യൻ അതിന് സമ്മതിക്കാത്ത സാഹചര്യത്തിൽ നടന്നിട്ടില്ല. അതാണ് അവസാനത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ചേട്ടൻ ഈ നാട്ടുകാരനോട്, ചേട്ടാ ഈ സെബാസ്റ്റ്യനെ അറിയുമോ? അറിയാം. എങ്ങനെയുള്ള ആളാണ് സെബാസ്റ്റ്യൻ? പൊതുവെ നേരത്തെയൊക്കെ ഞങ്ങൾ കേട്ട് വളരെ ക്ലോസ് ആയിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് അങ്ങനെ ഈ കേസിൽ പെട്ടതോടുകൂടി ഇങ്ങനൊന്നും വരാറൊന്നുമില്ല. അടുത്ത കാലത്തെങ്ങാണ് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇലക്ഷന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് വന്ന് വോട്ട് ചെയ്യാൻ വന്നായിരുന്നു. അന്നേരം വീണ്ടും ആദ്യം കൂടെ അങ്ങനെ പോയിട്ട്. ഈ വീട് അടച്ചിട്ടേക്കുവാണോ അതോ വാടകയ്ക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ ഈ വീട്? ഇല്ല, വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വരാറുണ്ടെന്നൊക്കെ ഇവിടെ ഒന്നും പറയുന്നു. ഇടയ്ക്ക് ഇവിടെ വരും അല്ലേ? മിക്ക ദിവസം ഇവിടെ വരുന്നുണ്ട്. അയാൾ ലൈറ്റ് ഇട്ടേക്കുണ്ട്. ആദ്യം എപ്പോഴും ലൈറ്റ് ഇട്ടേക്കും. അല്ലാത്തപ്പോഴൊക്കെ എല്ലാ ദിവസവും മിക്ക ദിവസം വരുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാണാം. ഒരാഴ്ചക്ക് മുമ്പ് വന്നിരുന്നു. അവിടെ കൊത്ത് നടക്കുന്ന എൻ്റെ വൈഫ് വീട്ടിൽ നിന്ന് കണ്ട് സെബാസ്റ്റ്യൻ ആര് വലിച്ച് നടക്കണം അവിടെ ഉണ്ടല്ലോ ഒന്നും. ഈ സെബാസ്റ്റ്യൻ പൊതുവെ ആളെങ്ങനെയുണ്ട്? ആള് നല്ല ഫ്രോഡാ. അതാണ് പൊതുവെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം. എന്തായാലും 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലുള്ള ആളാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അയാൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ആരുടേതാണ് മൃതദേഹാവശിഷ്ടമെന്ന് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ DNA പരിശോധനാ ഫലം വരണം.